ഞാൻ ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയപ്പോ നിന്റെ മോളെ കണ്ടായിരുന്നു. ആകെ കോലം കെട്ടിയിരിക്കുന്നു. മോളെ കുഞ്ഞു ഉണന്നൊന്നു പോയി നോക്കിയേ. അവിടെ നിക്ക് നീ കുഞ്ഞിന്റെ അടുത്തേക്ക്. അവളെ ക്ഷീണിക്കുവല്ല, അവള് നശിച്ച് നാറാണക്കല്ലിടണം. അവൾ ഈ പൊടിക്കുഞ്ഞുങ്ങളെ കളഞ്ഞിച്ച് പോയവളല്ലയോ. അവളെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ ഞാൻ അവളെ കൊല്ലും. ഞാൻ അവളോട് ചോദിച്ചു നീ എന്തൊരു ചതിയാ ചെയ്തതെന്ന്. അപ്പൊ ഒന്നും മിണ്ടാതെ കരഞ്ഞോണ്ടിരുന്നു. അവൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അതോ കൂടാതെ നാറി ഉണ്ടായിരുന്നോ? ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ പോയതാന്ന് ചോദിച്ചപ്പോ ആശുപത്രിയിൽ വന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എന്താണ് അസുഖം എന്ന് ചോദിച്ചപ്പോ ഒറ്റ കരച്ചിൽ, ഒന്നും മിണ്ടിയില്ല. പിന്നെ എന്നോട് ചോദിച്ചു മക്കളെ കാണാറുണ്ടോ, അമ്മയ്ക്ക് സുഖാണോന്ന്. അവളെ അമ്മ രണ്ടാമത് കെട്ടിയെന്ന് പറയാൻ എന്താ? ഞങ്ങൾക്ക് സുഖമാനോ അമ്മക്ക് സുഖമാനോ? അവൾ ഈ പൊടിക്കുഞ്ഞുങ്ങളെ കളഞ്ഞേച്ച് പോയില്ലേ. അവള് പുഴു വരിച്ചേ ചാവത്തുള്ളൂ. വാസന്തി നോക്കിക്കോ. ആ നാറിയായിട്ട് ബന്ധം തുടങ്ങിയപ്പോ ഞാൻ ചോദിച്ചതാ, എടീ കൊള്ളാവുന്നവനാന്നോ നീ അന്വേഷിച്ചോ? അപ്പൊ അവള് പാവവാ നല്ലവനാ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാ. ഒരു രാത്രിയിൽ ഈ കുഞ്ഞുങ്ങളെ കളഞ്ഞേച്ച്. അറിയാമോ എടീ, അവക്ക് രണ്ടാമതൊരു ജീവിതം വേണമെങ്കിൽ ഞാൻ നടത്തി കൊടുക്കത്തില്ലയോ? ഞാനും അത് ആലോചിച്ചതാ. ഞാൻ അവളോട് ചോദിക്കുകയും ചെയ്ത് ഇങ്ങനെ ഒരു ബന്ധം വേണമെങ്കിൽ തങ്കമണിയോട് പറഞ്ഞാ പോരെ, തങ്കമണി അത് നടത്തി തരില്ലേന്ന് ഞാൻ ചോദിച്ചതാ. ഒരു കണക്കിന് അവൾ ഇറങ്ങിപ്പോയത് നന്നായി. അല്ലാതെ ഇവിടെ ഒരു കൊച്ചു വളർന്നു വരുമല്ലയോ. ഈ വന്നു കയറിയൊന്നവന്റെ ഒക്കെ കണ്ണ് എവിടാന്ന് നമുക്ക് എങ്ങനെ അറിയാനൊക്കെ മാസം. അതും ശരിയാണ്. ഞാൻ അവളോട് ചോദിച്ചു കുട്ടികളെ ഒന്ന് വന്ന് കണ്ടൂടെയെന്ന്. ഒന്നും മിണ്ടാതെ നിന്നു. അവൾ ഇവിടെങ്ങാനും വന്നാലുണ്ടല്ലോ അവിടെ അവസാനമായിരിക്കും. നീ ഇങ്ങനെ പ്രാകാതെ തങ്കമണി. അതുങ്ങൾ എവിടെങ്കിലും പോയി ജീവിക്കട്ടെ, നിന്റെ മോളല്ലേ. അവൾ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും വാസന്തി, നീ നോക്കിക്കോ. പെറ്റതല്ലയാ ഞാന്.